ശ്രീ ജേക്സി തോമസ്, ഇവിടെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം LDFന്റെ സ്ഥാനാർത്ഥി എവിടെ എന്നുള്ളതാണ്. ഇപ്പോൾ LDFനെ സംബന്ധിച്ച് ഇത് സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ 10 കൊല്ലമായി സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ LDFന്റെ സിറ്റിംഗ് സീറ്റിൽ LDFന്റെ സ്ഥാനാർത്ഥി ഇതുവരെ ആവുന്നില്ല. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് LDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. നാളെ തെരച്ചിൽ തുടരുന്നുവെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിനെ ഫേസ്ബുക്കിൽ പരിഹസിക്കാൻ കഴിയുന്ന വണ്ണം എന്തുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്നത്? അതെന്തായാലും ഉജ്ജ്വലമായി. നമ്മുടെ കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് തന്നെ അങ്ങ് കോട്ട് ചെയ്തത് ഈ ചർച്ചയിൽ എനിക്ക് നിർബന്ധമായും മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഏത് കാലഘട്ടം കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന ചോദ്യത്തിലേക്കുള്ള മറുപടിയിലേക്ക് കരുത്തു പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് നേരിട്ട് തന്നെ വരാം. പക്ഷെ തൊട്ടു മുമ്പ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധികളുടെ ആശങ്ക ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി എവിടെ എന്ന് ചോദിച്ച് അദ്ദേഹം വിലപിക്കുകയാണ്. കോൺഗ്രസ് പ്രതിനിധികളുടെ സത്യസന്ധമായ രാഷ്ട്രീയ വിലാപത്തെ ഹൃദയം പകുത്തു കൊടുക്കുമാർ സ്നേഹവായ്പോട് കൂടെ തന്നെ ഞാൻ സ്വീകരിക്കുന്നു. ആ വിലാപത്തിന് ഞാൻ മറുപടി പറഞ്ഞിരിക്കും, ഒരു സംശയം വേണ്ടതില്ല. പക്ഷെ തൊട്ടു മുമ്പ് ബഹുമാനിയനായ BJPയുടെ പ്രതിനിധിയോട് സ്ഥാനാർത്ഥിത്വത്തെയും തെരഞ്ഞെടുപ്പിനെയും സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യമല്ലേ? അനാവശ്യമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കണോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഖണ്ഡിതമായൊരു അഭിപ്രായത്തിലേക്ക് എത്തുന്നതുള്ളൂ. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്ന് തീർത്ത് പറയാൻ കഴിയില്ല. സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അല്പനാളുകൾക്ക് മാത്രമായിട്ടൊരു നിയമസഭാ അംഗം കേരള നിയമസഭയിലേക്ക് പോയിട്ട് എന്ത് കാര്യം എന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ കാര്യങ്ങളെ അവതരിപ്പിച്ചത്. നമുക്കറിയാമല്ലോ, ഈ ചർച്ച ശ്രദ്ധിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാജ്യത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ നിലമ്പൂരിൽ മാത്രമല്ല, ഗുജറാത്തിൽ 2 മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ കാളിഗഞ്ചിലും പഞ്ചാബിൽ ലുധിയാന വെസ്റ്റിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നമ്മൾ അറിയേണ്ടത് തമിഴ്നാട്ടിലും അതേപോലെ പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഏതാണ്ട് ഒരേ സമയത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. പശ്ചിമ ബംഗാളിലെ കാളിഗഞ്ചിൽ ഇതേ സമയത്താണെന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാളിഗഞ്ചിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി TMCയോ BJPയോ ഇടതുപക്ഷമോ ആരുമാവട്ടെ, അവർ നിയമസഭാ അംഗമായി ജയിച്ചു പോകേണ്ടതില്ലേ? അവിടെ കാളിഗഞ്ചിൽ നിലമ്പൂരിലെ നിലപാടാണോ BJP പ്രതിനിധി അങ്ങയുടെ പാർട്ടിക്കുള്ളത്? അതോ കാളിഗഞ്ചിൽ ഒരു നിലപാടും നിലമ്പൂരിൽ വേറൊരു നിലപാടും അങ്ങനെയാണോ? ഗുജറാത്തിൽ എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? ഞാനിതൊന്നും പറയാൻ വേണ്ടി വന്നിരുന്നയാളല്ല. വിസാവദാര എന്ന് പറയുന്നിട്ടുള്ള ഗുജറാത്തിലെ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരുന്നില്ലേ? അദ്ദേഹം BJP അംഗമായി കൂറുമാറി ആം ആദ്മി പാർട്ടിയുടെ MLA ഇവർ രാജിവെപ്പിച്ചു. ഏത് പാർട്ടിയാണ് അവിടെ ഗുജറാത്തിൽ ഇപ്പോൾ വിസാവദാര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത്? ആ പാർട്ടിയുടെ പേരാണ് BJP പ്രതിനിധി സംഘപരിവാരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വിസാവദാരയിലും കാളിഗഞ്ചിലും ഒക്കെ ഒരു നിലപാട്, കേരളത്തിൽ വാളയാർ ചുരം പിന്നിട്ട് നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേറൊരു നിലപാട്. ആ നിലപാട് വർഗീയതയുടെ വോട്ട് കച്ചവടം 17,000 13,000 ആവട്ടെ, ആ 17,000 13,000 വരുന്ന നിങ്ങളുടെ വോട്ട് കച്ചവടം ഏത് മുന്നണിക്ക് കൊടുത്ത് സഹായിക്കാനാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നത്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ സമീപനത്തെ തുറന്നു കാട്ടേണ്ടതായിട്ട് വന്നത്. ആ നിലപാടേ അല്ല നിങ്ങൾക്ക് വാളയാർ ചുരം പിന്നിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ. അതിപ്പോൾ ED കൊടുത്ത കുറ്റപത്രത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ. EDയുടെ ഉന്നത നേതാക്കന്മാർ, ഉന്നത സ്ഥാനീയരൊക്കെ കൈക്കൂലി കേസിൽ പ്രതികളായി ഒരു ഘോഷയാത്ര എന്നതുപോലെ ജയിലിലേക്ക് പോകുന്ന അന്തരീക്ഷം വരുമ്പോൾ നിങ്ങൾ ഇവിടെ സ്വീകരിക്കുന്ന നിലപാട് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. CPIM-നെ പ്രതിയാക്കി കേസെടുക്കുന്ന പോലും തീക്കളിയാണ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. എത്ര ED ഉദ്യോഗസ്ഥർ സത്യസന്ധമായ അന്വേഷണം നടത്തിയാൽ തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നവന്മാർ എത്ര പേരുണ്ട് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഉന്നം കേരളത്തിലെ ഇടതുപക്ഷമാണ് എന്നുള്ളത് സമീപ ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ വിലയിരുത്തുന്ന തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടിട്ടില്ലാത്ത വിത്തിൻ കൊട്ടേഷൻ തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഏത് മതനിരപേക്ഷവാദിക്കും ബോധ്യമുണ്ട്. പിന്നെ കോൺഗ്രസ് പ്രതിനിധികളുടെ രാഷ്ട്രീയ വിലാപം, ഇടതുപക്ഷത്തിന് ആളുകളെ കിട്ടുന്നില്ല, സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല അല്ലേ? ഇടതുപക്ഷത്തിന് അന്തസ്സുള്ള സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകും. ഏതു തെരഞ്ഞെടുപ്പിലും നിലമ്പൂരാവട്ടെ, കാളികാവിലാവട്ടെ, കിടക്കരയിലാവട്ടെ, പോത്തുകല്ലിലാവട്ടെ, എവിടെയും വന്ന് കഴിഞ്ഞ 9 വർഷക്കാലം ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ എണ്ണി ചൂണ്ടിക്കാണിച്ച് നിലമ്പൂരിലും കേരളത്തിലും സംഭവിച്ച മാറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് വോട്ട് തേടുന്ന പ്രവർത്തനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത്. വിലാപം നടത്തുന്ന കോൺഗ്രസ് നേതാവ് ഞാൻ ഉപദേശിക്കുകയല്ലോ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഉപദേശിക്കാൻ എന്നേക്കാൾ വിപുലമായ രാഷ്ട്രീയ അനുഭവവും പക്വതയും പ്രാഗൽഭ്യവും ഒക്കെയുള്ള നേതാവാണല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധി. ഞാൻ പ്രായത്തിൽ അങ്ങയുടെ ഏഴയിലെത്തില്ലതാനും. അപ്പോൾ ഉപദേശം എന്നുള്ള നിലയിലല്ല. പക്ഷെ അങ്ങൊന്ന് ശ്രദ്ധിച്ചോളണം, ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി ഇല്ല അയ്യേ എന്ന് ചോദിച്ച് വിലപിച്ച് നടക്കുന്ന സമയത്ത് DCC ജനറൽ സെക്രട്ടറിയുടെ ഓഫീസ് മുറിയിൽ വന്നു പോയത് BJPയുടെ അഖിലേന്ത്യാ നേതാവാണ്. അങ്ങ് സൂക്ഷിച്ചോ,
അങ്ങയുടെ കൂട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ ഏത് വർഗീയവാദി വന്ന് റാഞ്ചിക്കൊണ്ടു പോകുന്നു? ആപ്പിള് കാണിച്ചാൽ കൂടെ പോകുന്ന എത്ര പ്രതിനിധികൾ അങ്ങയുടെ ആഫീസിലുണ്ട് എന്ന് അങ്ങ് സമയം കിട്ടുമ്പോൾ ഒന്ന് വിശകലനം ചെയ്താൽ മതി. ഞാൻ അങ്ങയുടെ പാർട്ടിയെയോ അങ്ങയുടെ നേതാക്കന്മാരുടെ പ്രതികരണത്തെ ഒന്നും ഓർമ്മിപ്പിക്കുന്നില്ല. BJPക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെ അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് നോക്കിയിട്ടല്ല. നിങ്ങൾ കൊന്നുകളഞ്ഞ നിലമ്പൂരിലെ മുൻ MLA സഖാവ് കുഞ്ഞാലിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പതാകയെ നോക്കിയിട്ടല്ല ഇന്ത്യൻ വർഗീയത സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മറിച്ച് ഇവിടെ നോക്കിയിട്ടാണ് DCC ജനറൽ സെക്രട്ടറിയുടെ സുരക്ഷിതമായ ആഫീസ് നോക്കിയിട്ടാണ് ഇന്ത്യൻ വർഗീയത നിങ്ങൾ പറഞ്ഞ അതേ RSS പ്രതീക്ഷയോടുകൂടെ കണ്ണു നട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഓഫീസിലല്ല, അത് നിങ്ങളുടെ ഓഫീസിലാണ്. അങ്ങ് വിലാപമൊക്കെ നടത്തിയിട്ട് സമയം കിട്ടുമ്പോൾ ആഫീസിൽ പോയി നോക്കിയാൽ അവശേഷിക്കുന്ന ആൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അങ്ങേക്ക് ബോധ്യപ്പെടും. പിന്നെ അന്ന് അദ്ദേഹം പറഞ്ഞു, 2 വാചകത്തിന് ഞാൻ അവസാനിപ്പിച്ചുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു എന്താണ്, സംഘപരിവാരവുമായി ഞങ്ങളങ്ങ് താരതമ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങളങ്ങ് സമരസപ്പെട്ടിരിക്കുന്നു. എണ്ണമറ്റ ചരിത്രോദാഹരണങ്ങൾ എത്ര പറയാറുണ്ട്. RSS വിലകിട്ട 10 രൂപ വിലകിട്ട ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയില് നിങ്ങളല്ലേ എല്ലാ കാലയളവിലും അവരുമായി താതാത്മ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താ? അങ്ങ് ഒരു കാര്യം ശ്രദ്ധിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉപദേശമല്ല, ആ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമുള്ള ഒരു ഗ്രാമപഞ്ചായത്തിലും, അത് നിലമ്പൂർ നഗരസഭയാവട്ടെ ചുങ്കത്തറയാവട്ടെ എവിടെയും ആവട്ടെ, അവിടെയൊന്നും ദൈവത്തെ ഓർത്ത്, അങ്ങനെ തന്നെ പറയാം, ദൈവത്തെ ഓർത്ത് എന്ത് ചെയ്യരുത്? RSS നേതാവായിട്ടുള്ള ഗോൾവൽക്കറുടെ ചിത്രം ഒരു RSSകാരനും വഴിയിൽ കൊണ്ട് വെക്കാതെ സൂക്ഷിച്ചു കൊള്ളണം. കാരണം എന്താണ്? ചിത്രം കണ്ട അപ്പറങ്ങും, മുട്ടിലടഞ്ഞ് നിലവിളക്ക് കൊളുത്തും, പിന്നെയേ ബാക്കി എന്തുണ്ടാവുകയുള്ളൂ. ആരാണ്? BJPയുടെ പ്രസിഡന്റ് അതിന്റെ കാര്യമല്ല പറയുന്നത്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യമാണ് പറയുന്നത്. ചിന്തിക്കുന്നവർക്ക്, മറവികൾ സംഭവിച്ചിട്ടില്ലാത്തവർക്ക് മലയാളത്തിന്റെ മുമ്പിൽ ദൃഷ്ടാന്തമുണ്ട്, അവർക്ക് നല്ല ധാരണയുണ്ട്. ഗോൾവൽക്കറെ കാണുമ്പോൾ സർവ്വതും മറന്ന് മുട്ടിലിഴഞ്ഞ് നിലവിളക്ക് കൊളുത്തി RSSന് സിന്ദാബാദ് വിളിക്കുന്നയാൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ധാരണയുണ്ട്. അതുകൊണ്ട് ആ ആശങ്കയൊക്കെ പരിഹരിച്ചിട്ട് മതി ഇടതുപക്ഷത്തിന്റെ വികലതകൾ ഏറ്റുവാങ്ങാൻ അങ്ങ് വരേണ്ടത് എന്നാണ് ചുരുങ്ങിയ സമയത്തിൽ വിനീതമായി